ഹലോ ഡിയേഴ്സ്, മംഗല്യം തന്തുനേന സീരിയലിൻ്റെ ഓൺ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സുദിനം ഇന്നാണല്ലേ നടക്കാൻ പോകുന്നത്. നിധിയുടെയും ഗൗതമിൻ്റെയും രണ്ടാം താലികെട്ട്. അപ്പോൾ നിധിയും ഗൗതമിനെയും കാത്ത് ഈശ്വരമംഗലം കുടുംബം ഇങ്ങനെ ആ ഡോർ തുറക്കാനായി എല്ലാവരും വെയിറ്റ് ചെയ്യണം. ആ ഒരു സമയത്താണ് നമ്മുടെ നിധിയും ഗൗതമും റെഡി ആയിട്ട് വരുന്നത് കാണുമ്പോൾ പാറു പറയും, എൻ്റെ മക്കളെ കാണാൻ എന്തു ഭംഗിയാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നതെന്ന് പറഞ്ഞ് മക്കളെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മുടെ യാമിനി പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി അല്ലെങ്കിലും സുന്ദരി അല്ലേ, ഇത് ക്യൂട്ടാണ്, മേഡ് ഫോർ ഈച്ച് അതറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏട്ടത്തിനെയും കുറിച്ച് യാമിനി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഗോപിയുണ്ട് അവിടെ. അങ്ങനെ ഗോപിയും മക്കളുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പറയുന്നത്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ വസുന്ധര എന്താ പറയുന്നത്, നീ ഒരുങ്ങ്, എന്താ നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്, നീ അതിലായിരിക്കും പോയി വീഴുന്നത് പറഞ്ഞ് നമ്മുടെ വസുന്ധരയുടെ മനസ്സിൽ അതാണ് പ്ലാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവരെല്ലാവരും പറയുമ്പോൾ നിധിക്കും ഗൗതമിനും നാണമൊക്കെ വരും കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കണമല്ലോ. അപ്പോൾ പാറുവിൻ്റെ കാലിലും അതേപോലെ ഗോപിയുടെ കാലിലും പിന്നെ നമ്മുടെ വസുന്ധരയുടെ കാലിലും പോയി വീഴുന്നുണ്ട്. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ അനുഗ്രഹിക്കും ഗോപിയും അതേപോലെ നിധിയും ഗൗതമും ഇതെല്ലാം കേട്ട് ആസ്വദിച്ച് ചമ്മിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ഈ ഒരു സന്ദർഭത്തിൽ അനുഗ്രഹം മേടിക്കണമല്ലോ, കല്യാണത്തിനാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മുടെ നിധിയും ഗൗതമും പാറുവിൻ്റെയും അതേപോലെ ഗോപിയുടെയും അനുഗ്രഹം മേടിക്കുന്നത്. അവർ നല്ല രീതിയിൽ എൻ്റെ മക്കൾ വാന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്നത്. വസുന്ധരയുടെ കാലിൽ വീഴുമ്പോഴാണ് മനസ്സോടെ അനുഗ്രഹിക്കുമെങ്കിലും മനസ്സിൽ ഫുള്ള് നിങ്ങളുടെ ഇന്നൊന്നും നടക്കില്ല, ഫസ്റ്റ് നൈറ്റ് നടക്കില്ല, കല്യാണം നടക്കില്ല, എല്ലാം ഞാൻ മുടക്കുമെന്ന് പറഞ്ഞിട്ടാണ് അനുഗ്രഹിച്ച് വിട്ടാക്കുന്നത്. അത് കഴിഞ്ഞ് അവരെല്ലാവരും ഹോട്ടലിലേക്ക് പോവുകയാണ്. അവിടെ പോയി ഇവരെ കാത്ത് എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം പറയും. അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറയും, ഗോപി സാറെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, റൂം റെഡിയാക്കിയിട്ടുണ്ട്, ഓഡിറ്റോറിയം കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ റൂമിൻ്റെ കാര്യം പറയുമ്പോൾ ഗൗതം സാറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഗൗതം സാറ് പറഞ്ഞ റൂമാണ് റെഡിയാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ഗൗതം അവിടെ ചമ്മുകയാണ്. എന്നിട്ട് ഗോപി പറയുന്നുണ്ട്, എൻ്റെ കള്ള, ഞാനിവിടെ റൂം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, നീ എന്തിനാ അതിൽ കയറി വേറെ റൂമൊക്കെ റെഡിയാക്കാൻ പോയത്, ഞാൻ നിങ്ങൾക്ക് എല്ലാ സൗകര്യമുള്ള റൂമാണല്ലോ റെഡിയാക്കിയത് എന്നൊക്കെ പറയും. അല്ലച്ചാ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചമ്പലോട് കൂടിയിട്ട് നമ്മുടെ ഗൗതം പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൗതം സൂപ്പർ റൂം തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ലോണം നമ്മുടെ വസുന്ധരയുടെ മനസ്സിൽ എന്താണ്, റൂമൊക്കെ വലുതാക്കിക്കോ, ഈ ചെക്കൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് മോനെ വഷളത്തരം പോലെ സംസാരിക്കാൻ കേട്ടോ. മോൻ്റെ കാര്യം മനസ്സിലാണ്, പുറത്തല്ല. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ ശരിയെന്ന സമയമായി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും പോവണം. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ നിധിയെ കൂട്ടി ഗൗതം റൂം കാണിക്കാനായി കൊണ്ടുപോയിട്ട് സാറിൻ്റെ അടുത്തുണ്ടോ, ഗൗതമിൻ്റെ അടുത്തുണ്ടോ ഇവിടുത്തെ താക്കോലെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തൊക്കെ ഉണ്ട്, താ വാടോ പറഞ്ഞ് റൂം ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും ഷോക്കാവാണ് നമ്മുടെ നിധി. അയ്യോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ശരിക്കും സർപ്രൈസായി പോയി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്ന് പറഞ്ഞ് ആ റൂമിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് റൂമിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ശിവാനിക്ക് എൻ്റെ മനസ്സിൽ കുറച്ചൊരു സ്നേഹം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഗൗതമിൻ്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചത്. ഞാൻ ഇത്രയും നാളെ ഇങ്ങനെ വേദനിപ്പിക്കാൻ തന്നെ കാരണം ശിവാനിയുടെ ചെറുതായിട്ടൊരു സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇനി ഞാൻ ശിവാനിയെ വെറുക്കും, ശിവാനിയോട് എനിക്കിഷ്ടമില്ല, ആ ഇഷ്ടം ഫുള്ള് എനിക്കുള്ളത് ഗൗതമിൻ്റെ അടുത്താണ്. ഗൗതമിന് ഞാൻ ഇത്രയും കാലം വിഷമിപ്പിച്ചതിന് സോറി എന്നൊക്കെ പറഞ്ഞ് കൈയെല്ലാം പിടിച്ച് കയ്യിലൊരു ചുംബനമൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഗൗതം വേറൊരു മൂഡിലാവാണ്, എന്തായാലും ഞാൻ ഇതിനെല്ലാം വൈകുന്നേരത്തെ തരുന്നുണ്ട് എന്ന് പറയണം. അപ്പം അങ്ങനെ ഇവിടെ റൂമൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ വസുന്ധരയും ശിവാനിയാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമ്മുടെ ശിവാനി വസുന്ധര ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ വസുന്ധര ഒരു പൊടി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശിവാനി ചോദിക്കും, ഞാനിന്ന് പൗഡർ ഇടാൻ മറന്നു, എൻ്റെ മേക്കപ്പ് കുറച്ച് കുറഞ്ഞു തോന്നുന്നു, ആ പൗഡർ എന്തായാലും എടുത്താൽ നന്നായി എനിക്ക് ഇടാൻ തരണം പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പം നിനക്കല്ല ശിവാനി, ഒന്ന് അടങ്ങ്, ഇത് ഞാൻ നിധിക്ക് വെക്കുന്ന പണിയാണ്, ഇതെന്താണ് അപ്പോൾ പറഞ്ഞ് ചോദിക്കണം. നിധി എന്തായാലും ഒന്നുകൂടെ മേക്കപ്പ് ചെയ്യാനായിട്ട് റൂമിലോട്ട് പോകും. അപ്പോൾ ആ റൂമിൽ ഈ പൊടി കൊണ്ടുപോയി നീ വെക്കണം, നീയാണിത് ചെയ്യേണ്ടത്. ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നിധിയുടെ മുഖം ഫുള്ള് വികൃതമാവും. ആ ഒരു മുഖം മാറി സുന്ദരി എന്നുള്ള ഒരു പേര് മാറി വികൃതമുള്ള മുഖമായി മാറും. അപ്പോൾ അവിടെ ആർക്കും ഇഷ്ടമാവില്ല. അപ്പോൾ കല്യാണം നടക്കില്ല, ഫസ്റ്റ് നൈറ്റ് നടക്കില്ല, ഒന്നും തന്നെ നടക്കില്ല. അതാണ് എൻ്റെ പ്ലാനേ പറയും. അപ്പോൾ ശിവാനി, ഈ മാഡം വേറെ ലെവലാണ്, എപ്പോഴും ഇങ്ങനെ ഓരോ ട്വിസ്റ്റും കൊണ്ട് വരികയെന്ന് പറയും. പക്ഷേ ശിവാനി, ഇത് നീയാണ് റൂമിൽ കൊണ്ടുപോയി വെക്കേണ്ടത് പറയും.
ഞാനോ എനിക്ക് പേടിയാണ്, ഞാൻ കൊണ്ടുപോയി വെക്കില്ല. പറയും നീ തന്നെയാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ നിൻ്റെ ആവശ്യമില്ലാത്ത സമയത്ത് നിൻ്റെ അമ്മനെ നല്ലപോലെ കാണും. ചന്ദ്രികനെ നോക്കി ഇവിടെ എവിടെയും കാണാനില്ല, ചന്ദ്രിക ഉണ്ടെങ്കിൽ ചന്ദ്രിക സൂപ്പറായി ചെയ്യുമെന്ന് പറയണം. അപ്പം അമ്മയില്ലാത്ത സ്ഥിതിക്ക് നീ തന്നെയാണ് കൊണ്ടുപോയി വെക്കേണ്ടതെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശിവാനി ആ ഒരു പൊടിയും എടുത്ത് റൂമിലോട്ട് പോകുമ്പോൾ അവിടെ നല്ല മേക്കപ്പിലാണ് നമ്മുടെ നിധിയാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നിധിക്കാണെങ്കിൽ എത്ര മേക്കപ്പ് ചെയ്തിട്ടും മതിയാവുന്നുമില്ല. ശിവാനി ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ആ ഒരു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ നിധി. അപ്പം നിധി അവിടെ നിന്ന് മാറുന്നത് നോക്കി ഇങ്ങനെ നോക്കി നിൽക്കണം. ആ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശിവാനി നോക്കിക്കൊണ്ടേ നിൽക്കണം. ആ ഒരു സമയത്താണ് അവിടെ യാമിനി വരുന്നത്. ചേച്ചി ഇനി റെഡി ആയി കഴിഞ്ഞില്ലേ? ചേച്ചി എല്ലാം സുന്ദരിയാണ്, അതീവ സുന്ദരിയാണ് എൻ്റെ ചേച്ചി. എല്ലാവരും ചേച്ചിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാ ചേച്ചി നമുക്ക് പുറത്തോട്ട് പോവാം എന്ന് പറയുമ്പോൾ നിൽക്ക് ശിവാനി ഞാനിപ്പോൾ വരാൻ, നിൽക്ക് യാമിനി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പിന്നെ മേക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ചേച്ചി സുന്ദരി ആയിട്ടുണ്ട്, എൻ്റെ ചേച്ചിക്ക് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, സുന്ദരിക്ക് ഇതിന് പൊട്ട് പറഞ്ഞ അവസ്ഥയാണ്, എൻ്റെ ചേച്ചിക്കണേന് എന്ത് ഭംഗിയാണ്, എല്ലാവരും ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് യാമിനി പിന്നെയും നമ്മുടെ നിധിയെ കൂട്ടിയിട്ട് പോവുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ആര് കയറുന്നുണ്ട് റൂമിലോട്ട്? ശിവാനി കയറുന്നുണ്ട്. ആ പൊടിയെല്ലാം അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പക്ഷെ ആ പൊടി നമ്മുടെ നിധി ഇടില്ല, ഒരിക്കലും മുഖത്തിടില്ല. അവരുടെ ഫസ്റ്റ് നൈറ്റ് നല്ല രീതിയിൽ കഴിയും, താലികെട്ട് നല്ല രീതിയിൽ കഴിയും. ഇതെല്ലാം കണ്ട് നോക്കുകുത്തി പോലെ ആര് നിൽക്കും? വസുന്ധരൻ്റെ ശിങ്കിടിയാണ് നമ്മുടെ ശിവാനിയിലെ. ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുകുത്തി പോലെ നോക്കിക്കൊണ്ട് നിൽക്കും. അവരുടെ എല്ലാം കഴിഞ്ഞ് അവർ പിറ്റേ ദിവസം രാവിലെ പുറത്തേക്കും വരും അല്ലേ. എന്തായാലും നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും നാളത്തെ എപ്പിസോഡ് അതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് എന്താണെങ്കിലും അവർ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ഒരുങ്ങും. പക്ഷെ ഫസ്റ്റ് നൈറ്റ് ഇന്നായിരിക്കില്ല, കഴിഞ്ഞ നാളേക്കായിട്ടും വരുന്നത്. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.